ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിറക്കണത് ഒരു കൂട്ടുകറി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓണത്തിന് സ്പെഷ്യലാണല്ലോ കൂട്ടുകറി. അതിന് വേണ്ടിയിട്ട് നമ്മൾ തലേ ദിവസം കടല സോക്ക് ചെയ്ത് വെക്കണം. അത് എന്നിട്ട് രാവിലെ ഒരു കുക്കറിലിട്ടിട്ട് നമ്മൾ വേവിക്കാൻ പോവുകയാണ്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കറിവേപ്പിൻ്റെ ഇലയും ഉപ്പും ഇടാം. എന്നിട്ട് അടച്ചു വെച്ച് നമുക്ക് ആദ്യം നല്ല ഫ്ലെയിമിൽ നമ്മൾ ഒരു വിസിലടിക്കുന്നു. പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കടല പിന്നെ ആ ഒരു എയറിലിരുന്ന് വെന്തോളും. എന്നിട്ട് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ചുവട് കട്ടിയുള്ള ഒരു പാത്രം നമ്മളുടെ അടുപ്പത്തോട്ട് വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചേന, കായ, 2 തരം കഷ്ണം എന്തായാലും വേണം കേട്ടോ. പിന്നെ കുമ്പളങ്ങ, ഇത് ഓപ്ഷണലാണ്. കുമ്പളങ്ങ വേണമെങ്കിൽ കുമ്പളങ്ങ എടുക്കാം, വെള്ളരിക്ക എടുക്കാം. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിലും വേണ്ടില്ല, ചേനയും കായും ഉണ്ടായാൽ മതി കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതൊക്കെ ടീസ്പൂണാണ് കേട്ടോ. ഉപ്പ് നമ്മൾ കടലയിൽ ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതൊന്ന് നോക്കിയിട്ട് വേണം. പിന്നെ കറിവേപ്പിൻ്റെ ഇല, പിന്നെ അത് വേവാൻ ആവശ്യമായ വെള്ളം കേട്ടോ. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ഒഴിക്കണത്. പിന്നെ ഇതിൽ ശർക്കര ചേർക്കുന്നുണ്ട്, കുറച്ച് തന്നെ ചേർക്കണുള്ളൂ. ഇനി ഇത് വേണ്ട, പക്ഷേ ശർക്കര മധുരം വേണം അതിന്, എന്നാലാണ് ആ കൂട്ടുകറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നാൽ തോനെ ആവാനും പാടില്ല. അങ്ങനെ ഞാൻ ചെറിയൊരു കഷ്ണം ചതച്ചിട്ടതാണ് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ആദ്യം നമ്മൾ ഫുൾ ഫ്ലെയിമിലാണ് കേട്ടോ വെക്കണത്. എന്നിട്ട് അത് നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം നന്നായി കുറച്ച് വെക്കുക. എന്നിട്ട് ആ ചെറിയ തീയിൽ കടന്നിട്ട് ഈ കഷ്ണങ്ങൾ വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള മസാല തയ്യാറാക്കണം. അതിനൊരു സ്പെഷ്യൽ മസാല ഉണ്ട്, അത് തയ്യാറാക്കാം. ഞാനിവിടെ നെയ്യാണ് ഉപയോഗിക്കുന്നത്, വെളിച്ചെണ്ണയും ഉപയോഗിക്കാം. അതിലേക്ക് ജീരകം 1 ടീസ്പൂൺ, എന്നിട്ട് അതൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് അതിലോട്ട് കുരുമുളക് ഇടാം. കുരുമുളക് ഞാനൊരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഇത് പൊടിച്ചതിന് ശേഷം എരിവിനനുസരിച്ച് നമുക്ക് കുറച്ച് ഇട്ടിട്ട് നോക്കിയതിന് ശേഷം ഫുള്ള് ആ ഒരു മസാല അതിലേക്ക് ചേർത്താൽ മതി. ഇനി 4 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി കഷ്ണം വേവിക്കുമ്പോൾ അതിൽ മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്തുണ്ട്. പിന്നെ ഇതാ നമ്മൾ ഇതിൽ കുരുമുളക് വറക്കുന്നുണ്ട്. അതിന് പുറമെയാണ് ഈ മുളക് കൂടി ഞാൻ ചേർക്കണത്. പിന്നെ അതിലോട്ട് കറിവേപ്പിൻ്റെ ഇലയാണ്. കറിവേപ്പിൻ്റെ ഇലയും കൂടി ഒന്ന് മൂക്കുമ്പോൾ നമുക്കിത് വാങ്ങാം കേട്ടോ. ഇത്ര മതി. ഇനി ഇതൊന്ന് ചൂടാറി കിട്ടണം. നമ്മൾ ഈ വറുത്ത പാത്രത്തിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ മൂപ്പ് കൂടിയിട്ട് ടേസ്റ്റ് മാറും. അപ്പോൾ നമ്മൾ എന്തായാലും തണുപ്പിക്കാൻ വേറൊരു പാത്രത്തിലേക്ക് ആക്കി വയ്ക്കാം. ഇനി ആ ഫ്രൈങ് പാൻ തന്നെ നമുക്ക് അടുപ്പത്തോട്ട് വെച്ചിട്ട് നമുക്ക് അതിൽ കുറച്ചുകൂടി വറവുകളുണ്ട്. നമുക്ക് 2 തരത്തിലുള്ള നാളികേരം, ഒന്ന് കുറച്ച് അരച്ച് ചേർക്കണം നമുക്ക്. അപ്പോൾ ഇത് അരവിനും ഇത് നമുക്ക് വറക്കാനുള്ളതുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വറക്കാനുള്ളത് ആദ്യം വറക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും നെയ്യ് തന്നെയാണ് യൂസ് ചെയ്യണത്. ഞാൻ പറയുന്നു വെളിച്ചെണ്ണ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ നെയ്യ് യൂസ് ചെയ്യണമെന്ന് മാത്രം. നെയ്യൊരു പ്രത്യേക ടേസ്റ്റാണ് കൂട്ടുകറിയിലേക്ക്, അതുകൊണ്ട് മാത്രം. ഇനി അതിലേക്ക് ഞാൻ കടുക് ഇടുകയാണ്. ഇനി നമ്മൾ വേറെ വറുത്തിടൊന്നുമില്ല കേട്ടോ. ഇതുതന്നെയാണ് അതിൻ്റെ വറുത്തിടണ വറവ്. അത് പൊട്ടി തുടങ്ങുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പാണ്. അതിട്ടിട്ട് നമുക്കൊന്ന് ഗോൾഡൻ ഷെയ്ഡ് ആവണ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി അതിലോട്ട് നമ്മൾ ഒരു 3 വറ്റൽ മുളക് ഇടുകയാണ്. നമ്മൾ കടുക് വറുത്തുമ്പോൾ താളിച്ചിടുമ്പോൾ ചെയ്യണ ആ ഒരു പ്രോസസ്സ് തന്നെയാണ് കേട്ടോ. എന്നിട്ട് കറിവേപ്പിൻ്റെ ഇല ഇടുക. അതൊന്ന് നോക്കുമ്പോൾ നമ്മൾ ഈ നാളികേരം അതിലേക്ക് കൊട്ടിയിട്ട് ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, തീ കുറച്ച് വെച്ചിട്ട് ആദ്യം കുറച്ച് തീ കൂട്ടി വയ്ക്കുക. പിന്നെ തീ കുറച്ച് വെച്ചിട്ട് ഇത് നല്ലോണം ബ്രൗൺ കളറാവണം, അങ്ങനെ വറുത്തെടുക്കണം.
അപ്പം നമ്മളുടെ കഷ്ണങ്ങളൊക്കെ വെന്തോന്നൊന്ന് ഇടയ്ക്ക് നോക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അടി പിടിക്കും. എത്ര അടി കട്ടിയുള്ള പാത്രമാണ് പറഞ്ഞാലും ഇടയ്ക്ക് ഇളക്കിയില്ലെങ്കിൽ കായ്ക്കൊക്കെ ഒരു കൊഴുപ്പുള്ള കാരണം കൊണ്ട് വേഗം അടി പിടിക്കും. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കിയിടണം. പിന്നെ നമ്മൾ കടല വേവിച്ചത് ഇതിൽ ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ നമുക്ക് അതും കൂടി ഇതിൽ ചേർത്തിട്ട് ഒരുമിച്ച് ഇനി വേവിക്കാം കേട്ടോ. ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട് നമ്മുടെ കഷ്ണങ്ങൾ. ഇനി അതോ ഒന്നും കൂടിയും ഇതിൻ്റെ കൂടെ കടന്നിട്ട് വേവട്ടെ. അപ്പോൾ ഇതിലുള്ള വെള്ളവും നമുക്ക് വറ്റി കിട്ടണം. ഇനി നമ്മൾ അരവ് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒന്ന് വറുത്ത് വെച്ചിട്ടില്ലേ, അത് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. ആ പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കണ ആ ഒരു മസാല എന്ന് പറയണത്. അപ്പോൾ അത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് തന്നെ ഞാൻ ഈ നാളികേരം അരയ്ക്കാനുള്ളതില്ലേ, ചില സ്ഥലങ്ങളിൽ ഈ നാളികേരം അരക്കില്ല കേട്ടോ, പക്ഷെ ഞാൻ നാളികേരം അരച്ചിട്ടാണ് ഉണ്ടാക്കൽ. അപ്പം നമുക്ക് ഇതൊന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ നാളികേരമൊക്കെ അരച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇതാ ഗോൾഡൻ കളർ ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒരു നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ കേട്ടോ, ഞാൻ നെയ്യാണ് ഒഴിക്കണത്. ഇനി നമുക്ക് ആ നെയ്യിൽ കുറച്ച് ജീരകം പൊട്ടിക്കണം. ഇനി വീണ്ടും ഇളക്കിയിട്ട്, ഈ കളറൊന്നും പോരാ കേട്ടോ, നല്ല ബ്രൗണിഷ് കളർ ആവണം. നമ്മുടെ നാളികേരം ഇതാ ഏകദേശം ആ ഒരു നല്ല ഡാർക്ക് ബ്രൗൺ കളറിലേക്ക് എത്താറായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ആ ചൂടിലിരിക്കുമ്പോൾ ഇത് ഒന്നും കൂടി ഡാർക്ക് കളറാവും. അപ്പോൾ നമ്മുടെ കഷ്ണമൊക്കെ വെന്തോന്ന് നോക്കണം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്തിറക്കണം കേട്ടോ. ആ ഭാഗം എടുത്തതൊന്നും ഇതിൽ പെട്ടില്ല. അപ്പം ഞാനിതാ ഈ ഒരു വറവ് അതിലേക്ക് ചേർത്തു. അതും ഇതിൽ വീഡിയോയിൽ വന്നില്ല, കാരണം എൻ്റെ ഫോൺ ഭയങ്കര ചൂടായിട്ട് ഓഫായിപ്പോയായിരുന്നു, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ ഞാൻ ഇളക്കൽ തുടങ്ങിയപ്പോഴാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ അതാ ഞാൻ വറവ് ഇതാ ഇപ്പം ചേർത്ത് ഒരു ഇളക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ കൂട്ടുകറി റെഡിയായി കേട്ടോ. നമുക്കത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ കൂട്ടുകറിയുടെ പണി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ പേര് കേൾക്കുമ്പോൾ, പണ്ടൊക്കെ ഞാൻ അങ്ങനെയായിരുന്നു, കൂട്ടുകറി എന്നൊക്കെ കേൾക്കുമ്പോൾ വലിയൊരു പണിയാണെന്നാണ് വിചാരിച്ചതെന്ന്. പക്ഷെ നമ്മൾ ഉണ്ടാക്കി നോക്കുമ്പോഴാണ് അറിയുള്ളൂ ഇതൊക്കെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് കൂട്ടുകറി ട്രൈ ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ ഈ കൂട്ടുകറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.